വ്യൂവേഴ്സ് വെൽക്കം മേഘാമിസ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും മോഡൽ എക്സാം എങ്ങനെയായിരിക്കും, ബിസിനസ് സ്റ്റഡീസ് എക്സാം ടഫ് ആയിരിക്കുമോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങളിലേക്ക് നമ്മുടെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ചെറിയ ട്രിക്കുകൾ ഉപയോഗിച്ച് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് മിസ് ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് 17 മാർക്കിന്റെ വെയിറ്റേജ് ആണുള്ളത്. അതിൽ തന്നെ എന്താണ്, സ്ഥിരമായിട്ട് ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ട്രിക്ക് ഉപയോഗിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് മിസ് ഇവിടെ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്, NCCE. അതായത് ഫസ്റ്റ് വൺ എന്താണ്, നീഡ്സ് ആൻഡ് വാണ്ട്സ് ആണ്. മാർക്കറ്റിംഗ് എപ്പോഴും എന്താണ്, നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങുന്ന ഒന്നാണ്. ഇത് നെക്സ്റ്റ് വൺ എന്താണ്, ക്രിയേറ്റിംഗ് എ മാർക്കറ്റ് ഓഫറിംഗ്സ്. നമുക്കറിയാം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, കംപ്ലീറ്റ് ഓഫർ ഫോർ എ പ്രൊഡക്റ്റ് ആണ് അല്ലെ. എന്താണ്, കംപ്ലീറ്റ് ഓഫർ ഫോർ എ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, സൈൽസ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും, ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് വൺ എന്താണ്, കസ്റ്റമർ വാല്യൂ ആണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്, കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ഒരു പ്രൊഡക്റ്റിന് വാല്യൂ ക്രിയേറ്റ് ചെയ്യിപ്പിക്കാൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ എന്താണ്, മാർക്കറ്റിംഗിൽ എപ്പോഴും ഒരു എക്സ്ചേഞ്ച് മെക്കാനിസം ഉണ്ട് അല്ലേ. എന്താണ്, ഒരു പ്രൊഡക്റ്റ് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ സർവീസോ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൈമാറ്റം ചെയ്യപ്പെടുന്ന എന്തിനാണ്, മാർക്കറ്റിംഗിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. ഇത്രയുമാണ് നമ്മുടെ മാർക്കറ്റിംഗിന്റെ ഫീച്ചേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ കോഡ് മറന്നു പോവേണ്ട, NCCE. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിലോസഫീസ് ആണ്. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് മിസ് ഇവിടെ കോഡ് കൊടുത്തിട്ടുണ്ട്, SPPMT. ഓക്കെ, ഇതും സ്ഥിരമായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, ഇതും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്, S ആണ്, നമ്മുടെ സെല്ലിംഗ് കോൺസെപ്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് വൺ എന്താണ്, പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്, പ്രൊഡക്റ്റ് കോൺസെപ്റ്റ്, മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്, ആൻഡ് ലാസ്റ്റ് T ആണ്, ദ സോഷ്യൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. ഓക്കെ, ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡ് മറന്നു പോകണ്ട, SPPMT. ഇനി നെക്സ്റ്റ് വൺ നമ്മുടെ എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് 8 മാർക്കിന്റെ essay വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ കൂടിയാണ് നമ്മുടെ ഈ എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ഇവരെ നമുക്ക് എങ്ങനെ പഠിക്കാം, നമുക്ക് 4 പീസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ബ്രാൻഡ് നെയിം ആണ്. അതിനും ഇവിടെ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്, SSDAVC. ഓക്കെ, അതെന്തായിരിക്കണം, ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയിരിക്കണം. അത് കൂടാതെ എന്താണ്, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റീസ് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കണം. അതോടൊപ്പം തന്നെ ഡിസ്റ്റിങ്റ്റീവ് ആയിരിക്കണം, അഡാപ്റ്റബിൾ ആയിരിക്കണം. അത് കൂടാതെ എന്താണ്, വെർസറ്റൈൽ ടു അക്കോമഡേറ്റ് ന്യൂ പ്രൊഡക്ട്സ് ആയിരിക്കണം, കാപ്പബിൾ ഓഫ് ബീയിങ് രജിസ്റ്റേർഡ് ആയിരിക്കണം. സോ ഇത്രയുമാണ് നമ്മുടെ മാർക്കറ്റിംഗിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് കൂടിയാണ്. അപ്പൊ ഈ ഏരിയ ഒന്ന്, ഈ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.